വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇടുക്കി ചിന്നക്കനാൽ പഞ്ചായത്തിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. സമരം INTUC ദേശീയ സെക്രട്ടറി AK മണി ഉദ്ഘാടനം ചെയ്തു. ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥരുടെയും അഴിമതി അവസാനിപ്പിക്കുക, ലൈഫ് മിഷൻ പദ്ധതിയിൽ അർഹതപ്പെട്ട എല്ലാവർക്കും വീടുകൾ നൽകുക, ചിന്നക്കനാൽ പഞ്ചായത്തിലെ പൊതുജനങ്ങളെ ലൈഫ് മിഷൻ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് LDF പഞ്ചായത്ത് അംഗങ്ങൾ ലൈഫ് മിഷന് നൽകിയ പരാതി പിൻവലിക്കുക, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പൊതുജനങ്ങൾക്ക് ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിൽ വീട് സ്ഥലവും നൽകണമെന്ന പദ്ധതി റദ്ദാക്കുക, കൊളുക്കുമല ഫണ്ടിൽ നിന്നും അനധികൃതമായി 1 കോടി രൂപ ചെലവഴിച്ച പഞ്ചായത്ത് മെമ്പർമാർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി സ്വീകരിക്കുക, പവർ ഹൗസ് സൂര്യനെല്ലി റോഡ് നിർമ്മാണം ഉടനെ പൂർത്തീകരിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചിന്നക്കനാൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ഉപരോധവും സംഘടിപ്പിച്ചത്. ചിന്നക്കനാൽ വിലക്ക് ഭാഗത്തു നിന്നും പ്രതിഷേധ പ്രകടനവുമായിട്ടാണ് പ്രവർത്തകർ എത്തിയത്. പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നടന്ന ഉപരോധ സമരം മുൻ MLAയും INTUC ദേശീയ സെക്രട്ടറിയുമായ AK മണി ഉദ്ഘാടനം ചെയ്തു. அவங்களுக்குள்ள உள்கட்சி போராட்டம் CPI வேணுமா CPM பிரசிடென்ட் ஆகணுமா இது யார் வேணாலும் ஆயிக்காங்க, எங்களுக்கு பிரச்சனை இல்லை. ஆனா நாட்டுல ஜனங்களும் நமக்கெல்லாம் நம்பிக்கையோடு நம் மீது வாக்களித்த பொதுஜனங்களுக்கு என்ன நன்மைகள் இருக்கின்றது என்றால் அது கேள்வி. வீடு கட்டு திட்டத்தை பற்றி சொன்னார்கள். யாருக்காக வேண்டி வீடு கட்டு திட்டம்? முதலாளிமார்களுக்கா? லட்சக்கணக்குள்ள முதலாளிக்கா? ஏலத்தோட்ட முதலாளிகளுக்கா? இல்ல, இங்க சாதாரணப்பட்ட பாவங்கள், தோட்ட தொழிலாளிகள், விவசாயிகள், விவசாயத்தில் வேலை செய்யக்கூடிய தொழிலாளிகளுடைய வாழ்க்கை தரத்தை உணர்ந்து அவர்களுக்கு வீடுகள் கட்டி கொடுக்கப்பட வேண்டும் என்ற ஒரு திட்டத்தை இன்று அல்ல இந்த திட்டம் கொண்டு வந்தது. DCC ജനറൽ സെക്രട്ടറി G മുനിയാണ്ടി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് S വിജയകുമാർ, INTUC മണ്ഡലം പ്രസിഡന്റ് മുരുകപ്പാണ്ടി, ബിനോയ് ചെറുപുഷ്പം, നെൽസൺ, മൂന്നാർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പാണ്ഡിരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. മണ്ഡലം പ്രസിഡന്റ് P വേൽമണി നേതൃത്വം നൽകി. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.